എല്ലാവർക്കും സ്റ്റോറി ടൈം വിത്ത് എസ്കെയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് മല്ലന്റെയും മാധവന്റെയും കഥയാണ്. നമുക്ക് കഥ കേൾക്കാം. ഒരിടത്ത് മല്ലൻ എന്നും മാധവൻ എന്നും പേരായ രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒരു ദിവസം അവർക്ക് കാട്ടിലൂടെ പോകേണ്ടി വന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു കരടി അവരുടെ നേരെ വരുന്നത് അവർ കണ്ടു. മാധവൻ വേഗം തൊട്ടടുത്തുള്ള മരത്തിൽ ഓടിക്കേറി. മല്ലൻ നോക്കുമ്പോൾ മാധവനെ കാണാനില്ല. മല്ലന് എന്തു ചെയ്യണമെന്ന് അറിയാതെയായി. മല്ലന് മരം കയറാൻ അറിയില്ല. പെട്ടെന്ന് മല്ലന് ഒരു ബുദ്ധി തോന്നി. അവൻ ശ്വാസം പിടിച്ച് ജീവനില്ലാത്തതുപോലെ അഭിനയിച്ച് നിലത്ത് അനങ്ങാതെ കിടന്നു. മണം പിടിച്ച് കരടി അടുത്തെത്തി. മരത്തിന്റെ മുകളിലിരുന്ന മാധവനെ കരടി കണ്ടില്ല. മല്ലന്റെ അടുത്തെത്തിയ കരടി ചുറ്റും നടന്ന് അവനെ മണത്തു നോക്കി. മല്ലൻ ഭയന്നു. അവൻ ശ്വാസം പിടിച്ച് അനങ്ങാതെ കിടന്നു. കുറെ നേരം അവന് ചുറ്റും കരടി നടന്നു നോക്കി. മല്ലന് ജീവനില്ലെന്ന് കരുതി കരടി തിരിച്ചുപോയി. കരടികൾ ജീവനില്ലാത്തതിനെ തിന്നാറില്ല. കരടി അവിടെ നിന്നും പോയി എന്ന് ഉറപ്പാക്കിയ മാധവൻ മരത്തിൽ നിന്നിറങ്ങി മല്ലന്റെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, മല്ല, കരടി എന്താ നിന്റെ ചെവിയിൽ പറഞ്ഞത്? ആപത്തിൽ സഹായിക്കാത്ത മാധവനോട് തന്റെ ദേഷ്യം കാണിക്കാതെ മല്ലൻ പറഞ്ഞു, ആപത്തിൽ ഉപേക്ഷിക്കാത്ത സുഹൃത്താണ് യഥാർത്ഥ സുഹൃത്ത്. അത്രയും പറഞ്ഞ് മല്ലൻ അവിടെ നിന്നും പോയി. പിന്നീട് ഒരിക്കലും മല്ലനും മാധവനും സുഹൃത്തുക്കളായി ഇരുന്നിട്ടില്ല. ഇനിയും കഥകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അടുത്ത കഥയിൽ വീണ്ടും കാണാം.